ജീവിതത്തിൽ നമ്മൾ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെയൊക്കെ നേരിടുക? ജോആൻ ബേർഡിന്റെ ദ്രവ്യത്തിന്റെ നാലാമത്തെ അവസ്ഥ എന്ന പ്രശസ്തമായ ഒരു ലേഖനത്തിലൂടെ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇത് ശരിക്കും 1991 അയോവ യൂണിവേഴ്സിറ്റി വെടിവെപ്പിനെക്കുറിച്ചും അതിനുശേഷം ആ എഴുത്തുകാരി അനുഭവിച്ച കടുത്ത ദുഃഖത്തെയും ആഘാതത്തെയും കുറിച്ചുള്ള ഒരു കേസ് സ്റ്റഡിയാണ്. അപ്പോ ഈ ലേഖനത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പ്ലാസ്മ എന്നൊരു ശാസ്ത്രീയ ആശയത്തെയാണ്. എന്താണ് ഈ പ്ലാസ്മ? ദ്രവ്യത്തിന്റെ നാലാമത്തെ അവസ്ഥയാണിത്. നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള ഖരം, ദ്രാവകം, വാതകം എന്നിവയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ, ഉയർന്ന ഊർജ്ജമുള്ള, ക്രമരഹിതമായ ഒരവസ്ഥ. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ദ്രവ്യത്തിന്റെ ഒരു അവസ്ഥയ്ക്ക് നമ്മുടെയൊക്കെ ഹൃദയത്തെക്കുറിച്ച്, നമ്മുടെ വികാരങ്ങളെക്കുറിച്ച് എന്താണ് പറയാൻ കഴിയുക? ഈ ശാസ്ത്രീയമായ ആശയം അത്രയേറെ വ്യക്തിപരമായ ഒരു ദുരന്തകഥയുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമുക്ക് നോക്കാം. അതിനൊരുത്തരം കിട്ടണമെങ്കിൽ നമുക്കാദ്യം ജോആൻ ബേർഡിന്റെ ലോകത്തേക്കൊന്ന് പോകണം. 90കളുടെ തുടക്കത്തിൽ അയോവ യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു എഡിറ്ററായിരുന്നു അവർ. അവരുടെ ജീവിതമെന്ന് പറയുന്നത് ശരിക്കും രണ്ട് ധ്രുവങ്ങളിലായിരുന്നു. ഒരു വശത്ത് നോക്കിയാൽ അവരുടെ പേഴ്സണൽ ലൈഫ്, തകരാൻ പോകുന്നൊരു വിവാഹബന്ധം, ഏകാന്തത, പ്രായമായ നായുടെ പരിചരണം, എല്ലാം കൂടി ആകെ ഒരു മരവിച്ച അവസ്ഥ. പക്ഷെ മറുവശത്ത് അവരുടെ ജോലിയാണ്. അവിടെ അവർക്ക് നല്ല സഹപ്രവർത്തകരുണ്ടായിരുന്നു, ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നു. അതായിരുന്നു ശരിക്കും അവരുടെ ഒരു ആശ്വാസം. പക്ഷേ ആ ജീവിതത്തിലെ താളം തെറ്റാൻ അധികം സമയം വേണ്ടിവന്നില്ല. ആ ദിവസമാണ് നവംബർ 1, 1991. അവരുടെ ഡിപ്പാർട്ട്മെന്റ്, അതായത് സ്പേസ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റില് ആരും ഒരിക്കലും ചിന്തിക്കുപോലും ചെയ്യാത്തൊരു കാര്യം നടന്നു. അവിടെ പഠിച്ചിരുന്ന ഗാങ് ലൂ എന്നൊരു ഫിസിക്സ് വിദ്യാർത്ഥി സ്വന്തം സഹപ്രവർത്തകർക്കും അധ്യാപകർക്കും നേരെ വെടിയുതിർത്തു. 5 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അതിൽ പലരും ബേർഡിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായിരുന്നു. 5 പേരെ കൊന്നതിനുശേഷം ആ വിദ്യാർത്ഥി സ്വയം ജീവനൊടുക്കി. ആ ക്യാമ്പസിൽ ബാക്കിയായത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഞെട്ടലും വലിയൊരു നഷ്ടബോധവും മാത്രം. അപ്പോ ഈ ഒരു ദുരന്തത്തിനു ശേഷം ബേർഡിന്റെ ലോകം എങ്ങനെയായിരിക്കണം? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, പ്ലാസ്മ. അതുപോലെയായി മാറി അവരുടെ ജീവിതം. ഒരു അടുക്കും ചിട്ടയുമില്ലാത്ത, പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ ഒരു ഉദ്ധരണിയിൽ പറയുന്ന പോലെ അവർക്ക് സന്തോഷമാണോ ദുഃഖമാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പ്ലാസ്മയെപ്പോലെ അവരുടെ ആ വൈകാരികാവസ്ഥയ്ക്ക് ഒരു കൃത്യമായ രൂപമോ നിർവചനമോ ഉണ്ടായിരുന്നില്ല. അപ്പോ എന്തായിരുന്നു ഈ വൈകാരിക പ്ലാസ്മ? അത് ഒരേ സമയം അതിഭയങ്കരമായ ദുഃഖം, വലിയ നഷ്ടം, പിന്നെ ഒന്നും ഫീൽ ചെയ്യാത്ത ഒരു തരം മരവിപ്പ്, ഇതെല്ലാം ചേർന്ന ഒന്നായിരുന്നു. സന്തോഷമെന്നോ ദുഃഖമെന്നോ ഒന്നും വേർതിരിച്ചു പറയാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയൊരു അസ്തിത്വം. ഈയൊരു സംഭവം അവരെ എത്തിച്ചത് വലിയൊരു ഐഡന്റിറ്റി ക്രൈസിസിലേക്കാണ്. ഞാൻ ആരാണ്, എന്റെ ജീവിതത്തിലെ റോളുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവർ സ്വയം ചോദിക്കാൻ തുടങ്ങി. കാരണം അതുവരെ അവരൊരു ഭൗതിക ശാസ്ത്രജ്ഞയായിരുന്നു, ഒരു ഭാര്യയായിരുന്നു, ഒരു സ്ത്രീയായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം അവർക്ക് പുതിയൊരു റോള് കൂടി കിട്ടി, ഒരു അതിജീവിത. അപ്പോ ഈ പഴയ റോളുകളും ഈ പുതിയ റോളും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെട്ടു പോകും? അതായിരുന്നു വലിയ ചോദ്യം. അതുകൊണ്ടാണ് ആ തലക്കെട്ട് അത്രയും പ്രധാനപ്പെട്ടതാകുന്നത്. പ്ലാസ്മ എന്ന് പറയുന്നത് ഖരമോ ദ്രാവകമോ വാതകമോ അല്ല. അതുപോലെയായിരുന്നു അവരുടെ ജീവിതവും, ഒരവസ്ഥയിലും ഒതുങ്ങാത്ത ഒന്ന്. അപ്പോ ആ ഒരു രൂപകം ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനല്ല, മറിച്ച് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത ആ ഒരു അനുഭവത്തിന് ഒരു പേര് കൊടുക്കാനാണ് അവരുപയോഗിച്ചത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒന്ന്, ദുഃഖമെന്ന് പറയുന്നത് നേർരേഖയിലുള്ളൊരു യാത്രയല്ല, അത് ചിലപ്പോൾ ആകെ താളം തെറ്റിയൊന്നാകാം. 2, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ചിലപ്പോൾ രൂപകങ്ങൾ നമ്മളെ സഹായിക്കും. പിന്നെ ഇതുപോലുള്ള ദുരന്തങ്ങൾ മനുഷ്യരെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഇത്തരം എഴുത്തുകൾക്ക് സാധിക്കും. അവസാനമായി ബേർഡിന്റെ ഈ രചന നമ്മളോട് ചോദിക്കുന്നൊരു വലിയ ചോദ്യമുണ്ട്. നമ്മുടെ ലോകത്തെ തന്നെ കീഴ്മേൽ മറിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ, അതിനെ ഉൾക്കൊള്ളാൻ നമ്മൾ എങ്ങനെയാണ് വാക്കുകൾ കണ്ടെത്തുക? ഇതൊരു വലിയ വെല്ലുവിളിയാണ്, അല്ലേ?